ഹലോ, സേ ചിയേഴ്സ്. ഇന്ന് ഞാൻ ഉഴുന്ന് വട ഉണ്ടാക്കാൻ പോണത്. ഉഴുന്ന് വടയ്ക്ക് 1 കപ്പ് ഉഴുന്ന് എടുത്തിട്ട് നല്ലോണം കഴുകുക. എന്നിട്ട് അതിനെ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കുക. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ അതിനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് അതിൻ്റെ വെള്ളം നമ്മൾ മുഴുവൻ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് എന്നിട്ട് അതിനെ നമ്മൾ അരയ്ക്കുക. ഇത് മിക്സിയിൽ അരയ്ക്കുകയാണെങ്കിൽ, നമ്മൾ ഗ്രൈൻഡറിൽ അരയ്ക്കുകയാണെങ്കിൽ അതിന് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല. നമ്മൾ വെള്ളമില്ലാതെയാണ് നമ്മൾ ഉഴുന്ന് അരയ്ക്കാൻ പോണത്, നല്ല തിക്ക് പേസ്റ്റായിട്ട്. അപ്പോൾ വെള്ളം മുഴുവൻ വാരാൻ നന്നായി വെക്കണം നമ്മൾ, എന്നിട്ട് വേണം അരയ്ക്കാൻ. നമ്മൾ വെള്ളമില്ലാതെ അരച്ചിട്ട് ഒരു 10 സെക്കൻഡിന് വേണ്ടി നമ്മളൊന്ന് കറക്കിയിട്ട് പിന്നെ അതിനെ എടുത്തിട്ട് നമ്മൾ അതിനെ ഇളക്കി കൊടുക്കുക. അടി തൊട്ട് എല്ലാം ഇളക്കി കൊടുത്ത് പിന്നെ അതിന് 1 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. പിന്നെ ഒന്നും കൂടെ അരയ്ക്കുക. എന്നിട്ട് അതിനെ ഒരു നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട്, നല്ല തിക്ക് പേസ്റ്റ് കിട്ടും നമുക്ക്. എന്നിട്ട് അതിനെ ഒരു ബൗളിലേക്ക് മാറ്റുക. മൊത്തത്തിൽ ഈ 1 കപ്പ് ഉഴുന്നിന് നമ്മൾ 4 ടേബിൾ സ്പൂണ് വെള്ളം മാത്രം ചേർത്തിട്ട് അരയ്ക്കുന്നുള്ളൂ. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തിക്കായിട്ട് തന്നെ അരഞ്ഞ് കിട്ടും അത്. എന്നിട്ട് നമ്മളതിൽ കുറച്ച് ചെറുതായി നുറുക്കിയ ഇഞ്ചി, ചെറുതായി നുറുക്കിയ പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, എന്നിട്ട് കുറച്ച് 1 സ്പൂണ് കായപ്പൊടി അതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടായിരിക്കും കുറച്ചുകൂടെ നന്നായിരിക്കും. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ വിസ്ക് കൊണ്ടൊക്കെ ഇളക്കണത്. കൈ കൊണ്ട് പതപ്പിച്ചങ്ങോട്ട് എടുക്കണം. എന്നിട്ട് കൈയൊക്കെ കഴുകിയിട്ട് നമ്മൾ വട ഉണ്ടാക്കാൻ തുടങ്ങാം. ചെറുതായി നുറുക്കിയ കരിവേപ്പിൻ്റെ ഇലയും കുറച്ച് ചേർത്താൽ അതിൽ നമുക്ക്. എന്നിട്ട് നമ്മൾ അതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എന്നിട്ട് നമ്മൾ വട ഉണ്ടാക്കാൻ തുടങ്ങാം. ശരിക്കും കരിവേപ്പിൻ്റെ ഇലയൊന്നും വടയിൽ ചേർക്കില്ല അത്രേ. നമ്മളിപ്പോൾ അതിനെയൊക്കെ മോഡിഫൈ ചെയ്തിട്ട് ഓരോന്ന് ചെയ്തിരിക്കുക പറഞ്ഞത്. ഇതുപോലെ എണ്ണ ചൂടായ പിന്നെ നമ്മൾ വട ഇതുപോലെ എടുത്ത് വെള്ളത്തിൽ കൈ നനയ്ക്കുക. കൈ വെള്ളത്തിൽ നനച്ചിട്ട് ഈ മാവ് എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് അങ്ങനെ ഇതുപോലെ ഉരുട്ടിയിട്ട് എന്നിട്ട് അതൊരു നടുക്കൊരു ഓട്ട ഇട്ടിട്ട് എന്നിട്ട് ഇങ്ങനെ എണ്ണയിലിട്ട് എടുക്കുക തന്നെ. നമ്മൾ ഈ വെള്ളം തൊട്ടിട്ട് മാവ് എടുക്കുമ്പോഴേ നമുക്ക് കുറച്ചുകൂടെ കയ്യിലൊട്ടാതെ അങ്ങനെ കുറച്ചുകൂടെ വൃത്തിക്ക് കിട്ടും. പിന്നെ ഷേപ്പെല്ലാം ഏകദേശമൊക്കെ അത് പ്രാക്ടീസിലൂടെയാണ് പെർഫെക്റ്റ് ഷേപ്പൊക്കെ കിട്ടുക. പിന്നെ പക്ഷേ ഇത് വടയുടെ സ്വാദ് എന്തായാലും ഉണ്ടാകും. പിന്നെ ഇത്തിരി വെള്ളം കൂടിപ്പോയ മാവിൽ നമുക്ക് കുറച്ച് അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ആകുന്നത് വെള്ളം കൂടി പോവാതെ നോക്കൂ. അതുപോലെ വട നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാൻ പാടില്ല. കുറച്ചൊന്ന് തീ ചെറുതാക്കിയിട്ട് വേണം, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എടുക്കാൻ. അല്ലെങ്കിൽ പുറമേ ബ്രൗൺ ആവുകയും ചെയ്യും, അകത്ത് വേകുമില്ല. ഈ വടയെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അതിനെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ ആ എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഒരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ആ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ ഇതിനെ വയ്ക്കുക. ഇതുപോലെ എല്ലാ വടയും ഉണ്ടാക്കി എടുത്തിട്ട് നമ്മൾ സാമ്പാർ കൂട്ടിയോ രസത്തിൽ മുക്കിയിട്ടോ അല്ലെങ്കിൽ ചട്നി കൂട്ടിയിട്ടോ ഒക്കെ കഴിക്കുക. സാധാരണ വടയ്ക്ക് നമ്മൾ ഉള്ളിയൊന്നും ചേർക്കാറില്ല എന്നാണ് പറയുന്നത്. നമ്മളത് മൈസൂർ ബോണ്ടയ്ക്കാണ് ഉള്ളിയൊക്കെ ചേർത്ത് ചെയ്യുന്നത്. കരിവേപ്പിൻ്റെ ഇല പോലും നമ്മൾ വടയ്ക്ക് ഇടില്ല അത്രേ പണ്ടൊന്നും. വെറും ഇഞ്ചി, പച്ചമുളക്, കായം, ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് അത്ര വട ഉണ്ടാക്കുക. പിന്നെ കുരുമുളകും ഉള്ളിയും കരിവേപ്പിൻ്റെ ഇലയൊക്കെ പിന്നെയാണ് അത്ര വടയിലും ചേർത്താൻ തുടങ്ങിയ ആൾക്കാർ. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉള്ളിയും കുരുമുളകും ഒക്കെ ചേർത്തിക്കോളൂ. ഞാനിത് ഇട്ടിട്ടില്ല എന്ന് മാത്രം. പക്ഷേ ഇങ്ങനെ കഴിക്കാൻ നന്നായിട്ടുണ്ട്. ഇതിനെ നമ്മൾ തൈര് വടയായിട്ട് കഴിക്കുകയാണെങ്കിൽ അതിനെ ഇത്തിരി ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം, ഇളം ചൂടുള്ള വെള്ളത്തിൽ. എന്നിട്ട് നമ്മൾ പിന്നെ അതിനെ പിഴിഞ്ഞിട്ട് വേണം തൈരിലിടാൻ. അപ്പോൾ എല്ലാവരും ഈ വട ഉണ്ടാക്കി നോക്കി കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ബൈ.